എല്ലാവർക്കും ഇൻസ്പയറിൻ്റെ ന്യൂക്ലിയസിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കോംപ്ലക്സ് നമ്പറിലെ അഡിഷൻ പഠിച്ചു. അഡിഷൻ്റെ പ്രോപ്പർട്ടീസ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ക്ലോഷർ പ്രോപ്പർട്ടി, ക്ലോഷർ ലാ എന്ന് പറയുമ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പർ നമ്മൾ എങ്ങനെ ആഡ് ചെയ്താലും ഒരേ ആൻസർ ആയിരിക്കും. നമ്മൾ കോംപ്ലക്സ് നമ്പർ എടുത്ത് ആഡ് ചെയ്യുമ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പർ എടുത്ത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ആ ഒരു പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ ടേമുകളൊന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. കമ്മ്യൂട്ടേറ്റീവ് ലാ എന്ന് പറയുമ്പോൾ Z1 + Z2 ചെയ്താലും നമ്മളിപ്പോൾ രണ്ട് ഹോംവർക്കാണ് നിങ്ങൾ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. Z1 + Z2 ചെയ്താലും Z2 + Z1 ചെയ്താലും നമുക്കെന്ത് ഒരേ ആൻസർ ആയിരിക്കും. അപ്പോൾ ആ പ്രോപ്പർട്ടിയെ പറയുന്നതാണ് എന്ത്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് കോംപ്ലക്സ് അഡിഷൻ. അടുത്ത മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടിയുടെ പറഞ്ഞു എന്ത്? Z1 + Z2 പിന്നെ വേറൊരെണ്ണം കൂടെ Z3. അപ്പോൾ Z1 + Z2 + Z3 ചെയ്താലും തിരിച്ചു മറിച്ച് എങ്ങനെ ചെയ്താലും ഒരേ ആൻസർ. ആ ലായെ പറയുന്നവരാണ് അസോസിയേറ്റീവ് ലാ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് ലാ ഒന്ന് ഓർത്ത് വയ്ക്കുക. എന്തൊക്കെയാണ്? ക്ലോഷർ ലാ, കമ്മ്യൂട്ടേറ്റീവ് ലാ, അസോസിയേറ്റീവ് ലാ. അപ്പോൾ നമ്മളെ ഹോംവർക്കിൻ്റെ ആൻസർ ഞാനൊന്ന് പറയാം. ഈ Z1 = 2 - i Z2 = 2 + 6i തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 4 - ഇത് തമ്മിൽ റിയൽ പാർട്ടാണ് 4 + 5i എന്നാണ് ഇതിൻ്റെ ആൻസർ. 4 + 5i ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ചെയ്യുക. നിങ്ങൾക്ക് ആൻസർ കാണുമെന്ന് വിശ്വസിക്കുന്നു. 4 + 5i ആണ് ഇതിൻ്റെ ആൻസർ. ഈ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ 7 + 15 7 + 8 15 - 6i 7 + 8 പിന്നെ ഇത് നമ്മൾ ഒരേ 15 - 6i ആണ് രണ്ടാമത്തെ ആൻസർ. ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് കോംപ്ലക്സ് നമ്പറിൻ്റെ അഡിഷൻ പഠിച്ചു. അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചു. നമുക്ക് അടുത്ത കോംപ്ലക്സ് നമ്പറിൻ്റെ സബ്ട്രാക്ഷൻ പഠിക്കാം. അപ്പോൾ നിങ്ങൾ അടുത്ത ഹെഡിങ് കൊടുക്കുക, ഡിഫറൻസ് ഓഫ് ടു കോംപ്ലക്സ് നമ്പർ. ഡിഫറൻസ് ഓഫ് ടു കോംപ്ലക്സ് നമ്പർ. Difference of two complex numbers. Difference of two complex numbers. Difference of two complex numbers. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ ഡിഫറൻസ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറൻസ് ഓഫ് ടു കോംപ്ലക്സ് നമ്പറിൽ നമ്മൾ നേരത്തെ പോലെ തന്നെ എഴുതിക്കോളുക. നിങ്ങളും കൂടെ എഴുതുക. ലെറ്റ് Z1 = എന്ത്? Z1 = a + ib. Z1 = a + ib and Z2 = c + id. Z1 = a + ib and Z2 = c + id. be two complex numbers. Be two complex numbers. Then the difference is Z1 - Z2 is given by ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം. Z1 - Z2 നേരത്തെ പോലെ നമ്മൾ എടുത്ത് എഴുതുകയാണ്. എന്താണ്? a + ib - c + id. a + ib - c + id. നേരത്തെ പോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ഈ നെഗറ്റീവ് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പറിൻ്റെ രണ്ടാമത്തെ ടൈമിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യും. ഇവിടെ പ്ലസ് ആണ്, സിയുടെ സൈൻ പ്ലസ് ആണ്, ഡിയുടെ സൈനും പ്ലസ് ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ആവും, ഇവിടെ മൈനസ് ആവും. അപ്പോൾ നോക്കിയിരിക്കുക. = എന്ത് വരും? a + ib
മൈനസ് സി മൈനസ് ഐ ഡി. നേരത്തെ പോലെ നമുക്ക് അറേഞ്ച് ചെയ്യാം. റിയൽ പാർട്ടുകൾ എന്തുവരും? എ മൈനസ് സി പ്ലസ് ഐ കോമൺ എടുത്തല്ല, ഐ ഇൻറ്റു ബി മൈനസ്. ഇതാണ് രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം. ഇതൊന്ന് കോളത്തിനകത്ത് വരച്ചിട്ടേക്കുക, നിങ്ങൾ എഴുതിയെടുക്കുക. കോളത്തിനകത്ത് വരച്ചിട്ടേക്കുക. കറസ്പോണ്ടിങ് റിയൽ പാർട്ടുകൾ തമ്മിൽ മൈനസ് ചെയ്യുക, പ്ലസ് എഴുതുക, ഐ എഴുതുക. കറസ്പോണ്ടിങ് ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ മൈനസ് ചെയ്യുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മളങ്ങനെയല്ല ചെയ്യുന്നത്, എന്നാലും ഇത് കോളത്തിനകത്ത് വരച്ചിട്ടേക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ തമ്മിൽ മൈനസ് ചെയ്യാനുള്ള കാര്യമാണ് നമ്മൾ എഴുതിയത്. ലെറ്റ് Z1 ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആൻഡ് Z2 ഈക്വൽ ടു സി പ്ലസ് ഐ ഡി ബി ടു കോംപ്ലക്സ് നമ്പേഴ്സ്. ദെൻ ദി ഡിഫറൻസ് Z1 മൈനസ് Z2 ഈസ് ഗിവൺ ബൈ Z1 മൈനസ് Z2 ഈക്വൽ ടു എ പ്ലസ് ഐ ബി മൈനസ് സി പ്ലസ് ഐ ഡി ഈക്വൽ ടു, അതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മൈനസ് സി മൈനസ് ഐ ഡി ഈക്വൽ ടു എ പ്ലസ് ഐ ബി മൈനസ് സി മൈനസ് ഐ ഡി. നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. എ മൈനസ് സി പ്ലസ് ഐ ഇൻറ്റു ബി മൈനസ് ഡി. അപ്പോൾ നമുക്ക് ഇവിടെയും കുറച്ച് എക്സാമ്പിൾ, നമുക്കൊരു എക്സാമ്പിൾ പ്രോബ്ലം ചെയ്ത് നോക്കാം. നേരത്തെ പോലെ നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. എക്സാമ്പിൾ Z1 ഈക്വൽ ടു 2 പ്ലസ് 3a ആൻഡ് Z2 ഈക്വൽ ടു മൈനസ് 6 പ്ലസ് 5. നമുക്ക് Z1 മൈനസ് Z2 എന്ന് കണ്ടുപിടിക്കാം. Z1 മൈനസ് Z2 നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. Z1 മൈനസ് Z2. Z1 മൈനസ് Z2 കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് എടുത്തെഴുതണം. നോക്കിയിരിക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത്? 2 പ്ലസ് 3i മൈനസ് 6 പ്ലസ് 5i. രണ്ടും എടുത്തത് 2 പ്ലസ് 3i മൈനസ് 6 പ്ലസ് 5i. നമുക്ക് എന്ത് ചെയ്യാം? വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് കളയാം. ബ്രാക്കറ്റ് കളയുമ്പോൾ എന്ത് വരും? 2 പ്ലസ് 3i മൈനസ് മൈനസ് എന്താവും? ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ ഇവിടെ മൈനസ്, ഇവിടെ മൈനസ് ആണ്. ആ രണ്ട് മൈനസ് ചേരുമ്പോൾ പ്ലസ് ആവും. പ്ലസ് 6 ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, അത് ചേരുമ്പോൾ മൈനസ് 5i വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് നമ്മൾ നേരത്തെ പോലെ തന്നെ എന്തുവാ? 2 പ്ലസ് 6. ഇത് കുറയ്ക്കുകയാണെന്ന് പറഞ്ഞാൽ കുറച്ച് വയ്ക്കരുത്. 2 പ്ലസ് 6, 2 പ്ലസ് 6 എത്ര? 8. അതേപോലെ എന്ത്? പ്ലസ് 3i മൈനസ് 5i. പ്ലസ് 3i മൈനസ് 5 ഡിഫറൻറ്റ് സൈനാണ്. വലിയ നമ്പർ 5i ആണ്. 5i എന്ന് ചെറിയ പറയുമ്പോൾ 2i, വലുതിൻ്റെ സൈൻ. എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ചെയ്യേണ്ട രീതിയിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി. അവിടെ കുറയ്ക്കും, അവിടെ നമ്മൾ ആഡ് ചെയ്യുന്നു, ഇവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് 2 പ്ലസ് 3i എന്താണ്? 2 പ്ലസ് 3i മൈനസ് 6 പ്ലസ് 5i. നമ്മൾ മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ 2 പ്ലസ് 3i അതേപോലെ എഴുതുക. രണ്ടാമത്തെ ടൈമിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ചേഞ്ച് വരും, നെഗറ്റീവ് ആകുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ മൈനസും കൊണ്ട് ചെയ്യുമ്പോൾ പ്ലസ് ആവും. പ്ലസ് 6i മൈനസ് 5i. 2 പ്ലസ് 6 8 എന്ന് എഴുതാം. പിന്നെ പ്ലസ് 3i മൈനസ് 5i, വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക. അപ്പോൾ 2i എന്ന് വരും. അപ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 8 മൈനസ് 2i ആണ്. നമ്മൾ അഡീഷനിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു Z1 പ്ലസ്, അഡീഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു Z1 പ്ലസ് Z2 എന്ന് പറയുന്നത് Z2 പ്ലസ് Z1 ഈക്വലാണ്. അഡീഷൻ്റെ കാര്യത്തിൽ കമ്മ്യൂട്ടേറ്റീവ് ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ സബ്ട്രാക്ഷൻ്റെ കാര്യത്തിൽ അത് ഈക്വൽ അല്ല. Z1 മൈനസ് Z2 കണ്ടുപിടിച്ചു. തിരിച്ചുള്ളത് കണ്ടുപിടിക്കുമ്പോൾ അത് ഈക്വലായിട്ട് വരില്ല. നമുക്ക് അതുകൊണ്ട് ഒന്ന് കണ്ടുപിടിക്കാം. Z2 മൈനസ് Z1. Z2 മൈനസ് Z1 നോക്കാം. Z2 മൈനസ് Z1 ഈക്വൽ ടു എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 6 പ്ലസ് 5i മൈനസ് 2 പ്ലസ് 3i
വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം -6 + 5y അവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ -2 - 3y വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ -6 - 2 ഒരേ സൈൻ കൂട്ടിയിട്ട് അതേ സൈൻ കൊടുക്കുക കൂട്ടുമ്പോൾ 8 വരും സൈൻ മൈനസ് പിന്നെ +5y - 3y വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക അത് +2y വലുതിൻ്റെ ചിഹ്നം നിങ്ങൾ നോക്കുക അവിടെ കിട്ടിയ ആൻസറുകൾ നോക്കുക ഇവിടെ നമ്മൾ Z1 - Z2 ചെയ്തപ്പം നമുക്ക് എന്താ കിട്ടി 8 - 2y എന്നും തിരിച്ച് ചെയ്തപ്പോൾ എന്താ -8 + 2y രണ്ട് ഈക്വൽ അല്ല മറ്റേ അഡീഷണൽ ഈക്വൽ ആയിട്ട് വരും അപ്പോൾ നമ്മളതിൽ നിന്ന് കോളത്തിനകത്ത് നമ്മളിൽ നിന്ന് എക്സാമ്പിൾ എഴുതിയെടുത്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് ഈക്വൽ ടു എന്നൊന്ന് എഴുതി മാർക്ക് ചെയ്ത് വെച്ചേക്കുക അതൊന്ന് കോളത്തിനകത്തെടുത്ത് മാർക്ക് ചെയ്ത് വെച്ചേക്കണം നിങ്ങൾ ഇത് എഴുതി കഴിഞ്ഞ ശേഷം Z1 - Z2 നോട്ട് ഈക്വൽ ടു Z2 - Z1 ഇതൊന്ന് കോളത്തിനകത്ത് എഴുതി വെച്ചേക്കുക നോട്ട് ചെയ്ത് വെച്ചേക്കുക എഴുതിയെടുത്ത ശേഷം അപ്പോൾ നമ്മൾ ഡിഫറൻസ് ആണ് ഡിഫറൻസിൻ്റെ ഡെഫിനിഷൻ എഴുതി അതിനുശേഷം അതിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം ആണ് നമ്മൾ 2 എണ്ണം ചെയ്ത് വെച്ചത് ഇനി നമുക്കൊരു 5 പ്രോബ്ലം ചെയ്യണം 3 എണ്ണം ഞാൻ ചെയ്യും 2 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക ഹോംവർക്കായിട്ട് ചെയ്യണം ഇത് എഴുതിയെടുത്തെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം ഫൈൻഡ് ദി ഡിഫറൻസ് ഓഫ് ദി ഫോളോയിങ് Find the difference of the following. Find the difference of the following. Question number 1. Question number 1. Z1 equal to 6 + 3y comma Z2 equal to 2 - I Z1 equal to 6 + 3y Z2 equal to 2 - I നമുക്കത് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം Z1 - Z2 is equal to 6 + 3y minus 2 - I which is equal to 6 + 3y sorry minus bracket open ചെയ്യാം നമുക്ക് ബ്രാക്കറ്റ് ഒഴിവാക്കാമല്ലോ ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ 6 + 3y minus 2 + 4y minus 2 + I അപ്പോൾ നമ്മളിത് എഴുതിയ ശേഷം ബ്രാക്കറ്റ് ഒഴിവാക്കുന്നു ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ സൈൻ ചേഞ്ച് ആവും ഇവിടുത്തെ സൈൻ പ്ലസ് ആണ് ആ പ്ലസും നെഗറ്റീവ് ചേരുമ്പം മൈനസ് ആവും 2ൻ്റെ സൈൻ പ്ലസ് ആണ് പ്ലസും ഈ നെഗറ്റീവ് ചേരുമ്പോൾ മൈനസ് ആവും ഈ ഐയുടെ സൈൻ മൈനസ് ആണ് മൈനസും ഈ മൈനസ് ചേരുമ്പോൾ പ്ലസ് ആവും അപ്പോൾ എന്തോരും 6 + 3y minus 2 + I എന്ന് വരും ഇനി നമുക്കിത് ആഡ് ചെയ്യാനുള്ള ആഡ് ചെയ്യാം സബ്ട്രാക്ട് ചെയ്യാനുള്ള സബ്ട്രാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് 6 - 2 വരും 6 - 2 എന്ന് പറയുമ്പോൾ 4 ആണ് +3i + I അതെന്തോരും +4i എന്ന് വരും നമ്മൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 4 + 4i എന്നാണ് തിരിച്ചുള്ള കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് -4 - 4i എന്ന് വരും അത് നിങ്ങളൊന്ന് വേണമെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി തിരിച്ചുള്ള കണ്ടുപിടിക്കുമ്പോൾ ഈക്വൽ ആവത്തില്ല ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ എഴുതുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സബ്ട്രാക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ Z1 equal to Z1 equal to 3 + 5y Z1 equal to 3 + 5y Z2 equal to 2 + 6i
2 + 6i. അപ്പോൾ നമുക്കിതും സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. Z1 minus Z2 which is equal to 2 + 5i minus 2 + 6i. 2 + 5i minus 2 + 6i. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നേരത്തെ പോലെ എന്താ 2 + 5i minus 2 minus 6i ഈക്വൽ ടു നമുക്ക് ഐ ഇല്ലാത്ത ടൈമുകൾ 3 minus 2 എന്ന് പറയുമ്പോൾ 1. ഐ ഉള്ള ടൈം നോക്കുക. +5i minus 6i. വലിയ നമ്പർ ഇതാണ്, ഡിഫറൻറ്റ് സൈനാണ്. വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ കുറയ്ക്കുമ്പോൾ 1i. 1iക്ക് നമ്മൾ ഐ എന്ന് മാത്രമേ കൊടുക്കുള്ളൂ. വലുതിൻ്റെ സൈൻ മൈനസ്. അപ്പോൾ അതുമായി ഒരു പ്രോബ്ലം കൊണ്ട് നമുക്ക് ചെയ്യാം. 2 പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യുക, ഹോംവർക്കായിട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3, Z1 equal to 2 minus i. Z1 equal to 2 minus i. Z2 equal to 6 plus 3i. ഓക്കെ, ഇതേപോലെ ചെയ്യാം. Z1 മൈനസ് Z2 equal to 2 minus i minus 6 plus 3i. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 minus i minus 6 minus 3i ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, റിയൽ പാർട്ട് 2 minus 6 ആണ്. ഡിഫറൻറ്റ് സൈൻ ആകുമ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക. അപ്പോൾ 4 വരും, -4. ഇവിടെ ഐ ഉള്ള ടൈമുകൾ മൈനസ് ഐയും മൈനസ് 3ഐയും ഒരേ സൈനാണ്. ഒരേ സൈൻ വന്നാൽ കൂട്ടിയിട്ട് അതേ സൈൻ. അപ്പോൾ നമുക്ക് -4i. നേരത്തെ ഏത് ക്വസ്റ്റ്യൻ, നമ്മൾ നേരത്തെ ഏത് ക്വസ്റ്റ്യനാണ്, ആ ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് തിരിച്ച് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല. 2 minus i 6 plus 3i -4 -4 ഓക്കെ, കിടക്കട്ടെ, അത് തന്നെ കിടക്കട്ടെ. ഇനി 2 ക്വസ്റ്റ്യൻ ഞാൻ ഹോംവർക്ക് ഇട്ടേക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, Z1 equal to 7 minus 4i. Z2 equal to -6 plus 3i. അതിലൊരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ഇടാം. 5. Z1 equal to 8 minus 6i. Z2 equal to -5 plus 2i. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തോളുക. ഈ ക്വസ്റ്റ്യൻ രണ്ടും നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്തോളുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറൻസിൻ്റെ ക്വസ്റ്റ്യൻ ഇത് റിപ്പീറ്റ് ആയിപ്പോയി, കുഴപ്പമില്ല, തിരിച്ചാണ്, കുഴപ്പമില്ല, അതാണ് ചെയ്തോളൂ. ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ഇടുക. അപ്പോൾ നമ്മൾ ഡിഫറൻസും പഠിച്ചു, നമ്മൾ അഡീഷനും പഠിച്ചു. ഡിഫറൻസും പഠിച്ചു, അഡീഷനും പഠിച്ചു. അപ്പോൾ ഈ 2 കാര്യത്തിലും നമ്മൾ അഡീഷനും ഡിഫറൻസൂടെ കമ്പയർ ചെയ്യുമ്പോൾ അഡീഷൻ്റെ 3 പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞായിരുന്നു. അഡീഷൻ്റെ 3 പ്രോപ്പർട്ടീസ് ഏതൊക്കെയായിരുന്നു? ക്ലോഷർ ലാ. ഇവിടെ പറ്റുമെന്ന് നോക്കുക. ക്ലോഷർ ലാ എന്തായിരുന്നു? 2 കോംപ്ലക്സ് നമ്പർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരവും മൂന്നാമതൊരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അത് ക്ലോഷർ ലാ. അഡീഷൻ്റെ സബ്ട്രാക്ഷൻ നോക്കട്ടെ. 2 കോംപ്ലക്സ് നമ്പർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാണ്. 2 കോംപ്ലക്സ് നമ്പർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരവും മൂന്നാമതൊരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അപ്പം സബ്ട്രാക്ഷനിലും അഡീഷനിലും ക്ലോഷർ ലാ ഉണ്ട്. ഇനി ഞാൻ അഡീഷൻ്റെ കാര്യത്തിൽ കമ്മ്യൂട്ടേറ്റീവ് ലാ പറഞ്ഞായിരുന്നു. കമ്മ്യൂട്ടേറ്റീവ് ലാ എന്താ? Z1 plus Z2. Z1 plus Z2 കണ്ടുപിടിച്ചാലും തിരിച്ച് Z2 plus Z1 കണ്ടുപിടിച്ചാലും
Z1 പ്ലസ് Z2 കണ്ടുപിടിച്ചാലും തിരിച്ച് Z2 പ്ലസ് Z1 കണ്ടുപിടിച്ചാലും ഒരേ ആൻസറാണ് ആണല്ലോ. ആ ലായെ പറയുന്ന പേരാണെന്ത്? കമ്മ്യൂട്ടേറ്റീവ് ലാ. അത് അഡിഷനിൽ ഓക്കെയാണ്, പക്ഷേ സബ്ട്രാക്ഷനിൽ എന്തല്ല, ഈക്വൽ അല്ല. അതെന്താണ്? Z1 ഇവിടെ തന്നെ നോക്കിയാൽ മതി. Z1 മൈനസ് Z2 കണ്ടുപിടിച്ചു. അതായത് ഇത് തിരിച്ചുള്ള കണ്ടുപിടിച്ചപ്പോൾ നോക്കട്ടെ അതിൻ്റെ ആൻസർ. ഇവിടെ നമുക്ക് 4 പ്ലസ് 4i ഇവിടെ നമുക്ക് എന്താ -4 ആണ് കിട്ടിയത്. അപ്പോൾ രണ്ട് ഈക്വൽ അല്ല. അപ്പം സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്ത് ഫോളോ ചെയ്യുന്നില്ല? കമ്മ്യൂട്ടേറ്റീവ് ലാ ഫോളോ ചെയ്യുന്നില്ല. ഇനി അസോസിയേറ്റീവ് ലാ എന്താണ്? Z1 അസോസിയേറ്റീവ് ലാ ഞാനൊന്ന് എഴുതിയാൽ Z1 പ്ലസ് Z2 പ്ലസ് Z3 ഈക്വൽ ടു Z1 പ്ലസ് Z2 പ്ലസ് Z3 എന്നാണ്. ഈ ലായാണ് എന്താ? അസോസിയേറ്റീവ് ലാ ഫോർ അഡിഷൻ, കോംപ്ലക്സ് അഡിഷൻ. പക്ഷേ 3 കോംപ്ലക്സ് നമ്പറിലെടുത്ത് നമ്മളിങ്ങനെ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഒരു ആൻസർ ആയിരിക്കില്ല. അപ്പോൾ കോംപ്ലക്സ് അഡിഷനിൽ വരുന്ന ലാ എന്നും എന്ത് സബ്ട്രാക്ഷനിൽ ശരിയാവത്തില്ല. കമ്മ്യൂട്ടേറ്റീവ് ലാ അഡിഷൻ ഫോളോ ചെയ്യുന്നുണ്ട്, അസോസിയേറ്റീവ് ലാ അഡിഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് ലായും, കമ്മ്യൂട്ടേറ്റീവ് ലായും അസോസിയേറ്റീവ് ലായും എന്ത് കോംപ്ലക്സ് സബ്ട്രാക്ഷൻ ഫോളോ ചെയ്യുന്നില്ല. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് നമ്പറിൻ്റെ 3 പ്രോപ്പർട്ടീസുകൾ അഡിഷനിലുണ്ട്. ഏതൊക്കെയാണ്? ക്ലോഷർ ലാ, കമ്മ്യൂട്ടേറ്റീവ് ലാ, അസോസിയേറ്റീവ് ലാ. പക്ഷേ സബ്ട്രാക്ഷൻ പഠിക്കുമ്പോൾ ഒരൊറ്റ പ്രോപ്പർട്ടി മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. ഏത്? ക്ലോഷർ പ്രോപ്പർട്ടി. രണ്ട് കോംപ്ലക്സ് നമ്പർ എടുത്ത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന മൂന്നാമതൊരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അത് മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. കമ്മ്യൂട്ടേറ്റീവ് ലായും അസോസിയേറ്റീവ് ലായും ഡിഫറൻസിൽ സബ്ട്രാക്ഷനിൽ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ആൾജിബ്രയിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അഡിഷനും പഠിച്ചു, സബ്ട്രാക്ഷനും പഠിച്ചു. ഇനി മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാം. അടുത്ത ഹെഡിങ് കൊടുക്കുക, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ഹോംവർക്ക് ആൾറെഡി ഇട്ട് കഴിഞ്ഞു. അപ്പോൾ അത് ഹോംവർക്ക് ചെയ്യാനുള്ള സ്ഥലം വിട്ടിട്ട് നമ്മൾ അടുത്ത ഹെഡിങ് കൊടുക്കുക. അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെച്ചിട്ട് നമുക്ക് ഡെഫിനിഷൻ ഉണ്ടെന്ന് എഴുതാം നമുക്ക്. അപ്പോൾ അടുത്ത ഹെഡിങ് കൊടുക്കുക, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പർ. രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പർ. ഹെഡിങ് കൊടുത്തോ? മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 കോംപ്ലക്സ് നമ്പർ. അപ്പോൾ നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പർ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം. നമ്മൾ നോർമലായിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന കണക്കാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതാം. ലെറ്റ് Z1 ഈക്വൽ ടു A പ്ലസ് IB ആൻഡ് Z2 ഈക്വൽ ടു C പ്ലസ് ID be any 2 complex numbers then the product Z1 into Z2 is given by നമുക്കതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഹോംവർക്ക് ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയല്ലോ. രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ Z1 എന്താണ്? A പ്ലസ് IB ഇൻറ്റു C പ്ലസ് ID. സാധാരണ രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യം എങ്ങനെയാണ്? ഇപ്പോൾ X പ്ലസ് Y ഇൻറ്റു 2X പ്ലസ് 4Y. ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്താണ്? ഈ എക്സ് കൊണ്ട് ഈ എക്സിനെ മൾട്ടിപ്ലൈ, അതിനുശേഷം ഈ എക്സ് കൊണ്ട് 4y മൾട്ടിപ്ലൈ, അതിന് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഈ y കൊണ്ട് 2x മൾട്ടിപ്ലൈ,
അതിനുശേഷം y കൊണ്ട് 4y മൾട്ടിപ്ലൈ ചെയ്യും. ഇതാണ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യുന്നത്. എക്സ് കൊണ്ട് 2x മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ 2x, എക്സ് ഇൻറ്റു എക്സ് എന്താണ് എക്സ് സ്ക്വയറാണ്. അപ്പോൾ നമ്മൾ 2x സ്ക്വയർ എന്നാണ് ആദ്യത്തെ ടൈം 2x സ്ക്വയർ. അതിനുണ്ട് ഈ എക്സ് കൊണ്ട് 4y മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം എക്സിൻ്റെ എന്താണ് പ്ലസ് എക്സിൻ്റെ നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം, വേരിയബിൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ എക്സിൻ്റെ ഫ്രണ്ടിലുള്ള നമ്പർ 1 ആയതുകൊണ്ട് 4xy. നമുക്കിവിടെ ഒരു 2 എന്ന് കൊടുക്കാം, 2y എന്ന് കൊടുക്കാം. അടുത്ത ഈ 2y കൊണ്ട് നമ്മൾ എന്തിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു 2x മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തൊരു പ്ലസ് 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര 4 എന്ത് 4xy. ഇനി ഈ 2y കൊണ്ട് 4y മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ 2 × 2 8y സ്ക്വയർ. നമ്മൾ എങ്ങനെയാണ് കുഞ്ഞു ക്ലാസ് ചെയ്തതാണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതിന് നമുക്ക് ലൈക്ക് ടൈമുണ്ട്, ഒരേപോലെ ടൈം 2x സ്ക്വയറും 8y സ്ക്വയർ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് 4xy + 4xy എന്ത് തമ്മിൽ ആഡ് ചെയ്യുക, ഒരേ ടൈമിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് 8xy എന്ന് എഴുതി നമ്മൾ ഫൈനൽ ആൻസർ എഴുതും. അതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ടേം എ കൊണ്ട് ആദ്യം നമ്മൾ CA മൾട്ടിപ്ലൈ, എന്നിട്ട് എ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു IDA മൾട്ടിപ്ലൈ, എ കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. അപ്പോൾ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്, A × C എന്താ AC. ഇനി എ കൊണ്ട് IBA മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ IAD എന്ന്. അതേപോലെ തന്നെ നമുക്കിനി IB കൊണ്ട് നമ്മൾ CA മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തൊരു I × BC. ഇനി IB കൊണ്ട് IDA മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ I × I എന്താ I സ്ക്വയർ എന്ന്. I × I അവിടെ I സ്ക്വയർ × എന്ത് BD എന്ന്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്, എ കൊണ്ട് CA, എ കൊണ്ട് CA മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AC, എ കൊണ്ട് IBA, അപ്പോൾ I ആദ്യം എഴുതുന്നു IAD. ഇനി IB കൊണ്ട് CA, I ആദ്യം എഴുതുന്നു BC. ഇനി IB കൊണ്ട് IDA, അപ്പോൾ I × I I സ്ക്വയർ, B × D BD. I സ്ക്വയറിൻ്റെ വില നമുക്കറിയാം എന്താ -1 ആണ്. അപ്പോൾ I സ്ക്വയറിൻ്റെ വില -1 ആണ്. അത് നമുക്ക് ആദ്യമേ 8 ഉണ്ട്. അപ്പോൾ നമ്മളവിടെ -1 കൊടുക്കുക, which is equal to എന്ത് AC പ്ലസ് ഈ രണ്ട് ടൈമിൽ നിന്ന് വേണമെങ്കിൽ I കോമൺ എടുക്കാം, I × ഈ രണ്ട് ടൈമിൽ നിന്ന്. അപ്പോൾ എന്തുവരും AD പ്ലസ് BC പ്ലസ് ഇവിടെ I സ്ക്വയറിൻ്റെ വില -1 ആണ്, -1 × BD എന്ന്, -1 × BD. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, വിച്ച് ഈസ് ഈക്വൽ ടു AC പ്ലസ് I × AD പ്ലസ് BC മൈനസ് BD. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -BD എന്ന് വരും. ഇനി നമുക്ക് അതും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാം, കാരണം ആൾറെഡി ഈ രണ്ട് ടേമുകൾ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും AC മൈനസ് BD, കാരണം ഇതാണ് റിയൽ പാർട്ടുകൾ ACയും BD, I ഇല്ലാത്ത ടൈമുകൾ. AC മൈനസ് BD പ്ലസ് I × AD പ്ലസ് BC. ഇതാണ് Z1 × Z2 ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. ഇത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ടാണ്, അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേ ബ്രാക്കറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക, AC മൈനസ് BD പ്ലസ് I × AD പ്ലസ് BC. ഇത് ബ്രാക്കറ്റ് രണ്ട് കോംപ്ലക്സ് നമ്പർ ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ A × C AC, A × ID IAD, IB × BC IBC, I × I സ്ക്വയർ BD. പിന്നെ I സ്ക്വയറിൻ്റെ വില ഇവിടെ കൊടുത്തു, ഇത് നമ്മൾ കോമൺ എടുത്തു, അതിനുശേഷം ഇവിടെ ഒന്ന് മൈനസ് ആക്കി എഴുതി, അതിനുശേഷം ലാസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടാണ് എന്ത് Z1 × Z2 ഈക്വൽ ടു AC മൈനസ് BD പ്ലസ് I × AD പ്ലസ് BC. ഇതൊന്ന് എഴുതിയെടുത്തേക്കുക. അടുത്ത പ്രോബ്ലങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. അപ്പോൾ ഇതാണ് കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന എന്ത് ജനറൽ ആയിട്ടുള്ള ടൈം. ഇതൊന്ന് എഴുതിയെടുത്ത് വെച്ചേക്കുക. ആ ഡിഫറൻസിൻ്റെ പ്രോബ്ലങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യാം. അപ്പോൾ കോംപ്ലക്സ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.